കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാ അപ്പം തുടങ്ങല്ലേ? ഒന്നും നോക്കണ്ട, തുടങ്ങിക്കോ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കോട്ടയത്തിന്റെ കൊടയമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. നമുക്ക് ചിരിക്കാം. ആദ്യത്തെ സ്കിറ്റ് സുമിയുണ്ട്, മനോജ് ചേട്ടനുണ്ട്, കൂടെ സജി ചേട്ടനും ഒരു നല്ല അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 9ാം ഉത്സവ ദിവസമായ ഇന്ന് കൃത്യം 7 മണിക്ക് തന്നെ ചൈതന്യ കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ആരംഭിക്കുന്നതാണ്. കൃത്യം 7 മണിക്ക് തന്നെ. വരത്തില്ല. ഞാൻ ആ സെക്രട്ടറിയോട് പ്രത്യേകം പറഞ്ഞതാ, ഈ അനുശ്രീ നേതൃത്വം നൽകുന്ന കൈകൊട്ടിക്കളി എന്ന് പറയണത്. പറഞ്ഞില്ലല്ലോ, കൃത്യം 7 മണിയല്ല 9 മണിക്കെങ്കിലും ഞാൻ തുടങ്ങത്തുള്ളൂ. നോക്കിക്കോണം. ഭഗവാനെ, ഇന്നത്തെ കൈകൊട്ടിക്കളിക്ക് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ മാത്രം വീഡിയോ എടുത്ത് ആരെങ്കിലും ഒന്ന് വൈറലാക്കണേ. മണി 4:30 7 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒതുക്കി പറക്കി അമ്പലത്തിലോട്ട് ചെല്ലണ്ടതാ. ഹലോ എടി ദീപ്തി, ഇങ്ങോട്ടൊന്ന് വരാമോടി? എന്താടി അനു? എടി, ഈ നിലവിളക്കും ഈ പൂവും താലും ഒക്കെ നമുക്ക് അമ്പലത്തിൽ എത്തിക്കണ്ടായോ? ഒന്ന് വന്ന് സഹായിക്കടി. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല, ഞാനിവിടെ നിന്ന് ഒരുങ്ങണേ. നീ ഒന്ന് പോയേ. ഇത് പിന്നെ ആരും സഹായിക്കൊന്നും വെച്ചിട്ടാ? നിന്റെ കെട്ടിയോനോട് എന്ന് പറ. എടി, അണ്ണൻ 1ാം തിരുവുത്സവത്തിന് ഇവിടുന്ന് ഇറങ്ങി പോയതാ. ഈ കൊടിപ്പത്തായിട്ടും ആളിങ്ങ് എത്തിയിട്ടില്ലെന്ന്. ആണോ? എന്നിട്ട് നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചേ. അപ്പുറത്തെ സതീശൻ പറഞ്ഞ് നമ്മുടെ കാളയുടെ പുറത്ത് അണ്ണന്റെ മുണ്ട് കണ്ടു, ഗ്രൗണ്ടിൽ ചെരുപ്പ് കണ്ടു. ആളിങ്ങി വരുമായിരിക്കും, വല്ല കുപ്പയിലും കാണും. ആളിങ്ങി വരും. എടി, ഒന്ന് വാടി ഒന്ന് പോയടി അവിടെ. എനിക്ക് ഒരുങ്ങണം. നിനക്ക് മാത്രം സുന്ദരിയായ മതി. അയ്യടി, ചാടി കളിക്കാനും അറിയാനൊന്നും നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഒരുങ്ങണം. ഇന്ന് കണ്ടോ, ഇന്ന് പിണകാലി ഞാൻ വെട്ടി എന്നെയൊക്കെ ഞാൻ താടി ഇടും. നോക്കിക്കോണം. കട്ട് ചെയ്തു, ഇല്ലെങ്കിൽ ഇപ്പൊ താടിത്തുള്ളി വന്നേനെ. അല്ല, ആദ്യത്തെ അടി എവിടെ നിന്നായിരുന്നു വരുന്നത്? കൈകൊട്ടി കളിയുടെ ഒന്ന് നോക്കിയേക്കാം. അയ്യോ, നീളമുള്ള നഖം ഇപ്പൊ കണ്ണിക്കൊണ്ട് കയറിയനെ. ചക്കി എന്നൊരു ചെമ്പാരുന്തവളോ തകന്താര, ചക്കി എന്നൊരു ചെമ്പാരുന്തവളോ തകന്താര. എന്തുവാ ഇത്? ഇത് പരുന്ത്. പരുന്തിന്റെ മുണ്ടങ്ങ് താത്തിട്ടെ, അല്ലെങ്കിൽ ഈ നടക്കുന്ന പൂന്തോട്ടം ആരെങ്കിലും എറിഞ്ഞ് വീഴ്ത്തു. അയ്യോ സോറി മാഡം, വീട് മാറിപ്പോയി. അവിടെ നിന്നേണ്ണ. എന്തുകൊണ്ടാ ഇങ്ങനൊക്കെ പറയുന്നത്? പോണേണ്ണ. എനിക്ക് പിടി കിട്ടുന്നില്ല. അനുശ്രീ. ഏതനുശ്രീ? നിങ്ങളുടെ പെണ്ണുപിള്ള. എന്റെ പൊന്നു ദൈവം നമ്പുരാനെ, ഒരു സർക്കസ് കമ്പനി കൈവച്ചിട്ടാണ് ഞാൻ തെരുവ് സർക്കസ് കണ്ടു നടന്നത്. ഒത്തു എനിക്ക് തള്ളല്ലേ, ഞാൻ ആടി കാട്ടി നിൽക്കുക. എങ്ങനെയുണ്ടെന്നാ? സൂപ്പറാ. എവിടെ പറഞ്ഞിട്ട് നിൽക്കുക? അതുപോലെ എന്തൊരു ചോദ്യം ഇത്? നമ്മുടെ അമ്പലത്തിലെ കൈകൊട്ടി കളി ഇന്നല്ലയോ? പോട്ടായോ? പിന്നെ കൈകൊട്ടി കളിക്ക് പോകണ്ട. നമുക്ക് ഇവിടെ കൈകൊട്ടി കളിക്ക് പോകണ്ട. നമുക്ക് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്തോന്ന് മനസ്സിലാവുന്നുണ്ട്. കൈകൊട്ടി കളിക്ക് പോകണം. പിന്നെ നോട്ടീസ് നമുക്ക് നാരങ്ങാനത്ത് നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോകാം. അതെന്തുവാ? അപ്പച്ചി അവിടെ ഇല്ല, അവിടെ പോകാം. വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് പോവാം. വണ്ടി എടുത്തോണ്ട് വരാം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റാണോ മനുഷ്യ? ഞാൻ നിങ്ങളുടെ ബെസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ പെണ്ണുപിള്ളയാ. ഓർത്ത് കണ്ട് സംസാരിച്ചോണം കേട്ടാ. അല്ല, 10-15 കൊല്ലത്തിന് ശേഷം നിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ ഞാൻ. ഇതെന്തോ കോലമാണ്, ഇതെന്തോ കോലം. നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്? ഞാൻ അവിടെ അമ്പലത്തിന്റെ അവിടെ കിടക്കുമായിരുന്നു. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. നീ പറയുമ്പോ തിരിയാതിരിക്കുന്നോ അറിയാൻ? ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്തോ നിങ്ങളെ ചവിട്ടിയാണ് ആൾക്കാർ അമ്പലത്തിലോട്ട് കയറിയത്. ഇതെന്തോ ഈ ചെരുപ്പിന്റെ പാടൊക്കെ? ഞാൻ ഒരാളോട് സത്യം പറഞ്ഞപ്പോ എന്നെ ചവിട്ടിയതാ. സത്യം പറഞ്ഞപ്പോ ചവിട്ടിയെന്നോ? എന്തോ സത്യമോ പറഞ്ഞത്? നിന്റെ തന്തയല്ല, എന്റെ തന്തയെന്ന്. ദൈവം, ഇത് ആരോടാ പറഞ്ഞത്? എന്റെ തന്തയോട്. കണ്ടോ, ഒരു ഉത്സവമായിട്ട് തന്തേ മോനും കൂടെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താണ്. നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ? നാട്ടുകാരുടെ മുമ്പ് നാണം കെടുത്താനോ? നാട്ടുകാർ പറയുന്നത് മാത്രമല്ലോ നീ വിശ്വസിക്കുന്നത്. അല്ല, ഇത് തെക്കുംപാടത്തെ മത്സരിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ സന്ധ്യക്ക് ശ്രീജയുടെ വീട്ടിന് പറയല് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടത്. നിങ്ങൾ നിൽക്കും. എനിക്ക് ഉറപ്പാ നിങ്ങൾ നിൽക്കും. ഇത്രയും നാളായിട്ട് എന്നെ പറ്റി എന്തെങ്കിലും അപവാദം നീ കേട്ടിട്ടുണ്ടോ? അതില്ല. അതാ എന്റെ ഭാഗ്യം. അല്ല, ഇനി സുരേന്ന് വെച്ചാൽ നാട്ടുകാരെ ഒരു തൊരയാ. തൊരയാ. ശരിയാ. ഗീത ഉണ്ടെങ്കിൽ നീ ഇന്ന് കൈകൊട്ടി കളിക്ക് പോകണ്ട. ഗീതയോ? ആ ഗീത ഉണ്ട് കൈകൊട്ടി കളിക്ക്. ഗീതയുടെ കൈകൊട്ടി കളിക്ക് നീ പോകണ്ട. കാര്യം എന്തോന്ന് പറ. എനിക്ക് ഇഷ്ടമല്ല അവളെ കൂടെ നീ കൈകൊട്ടി കളിക്ക് പോകുന്നത്. എന്താ നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാത്തെന്ന് എനിക്കറിയാം. 500 രൂപ ചെന്ന് കടം ചോദിച്ചിട്ട് അവള് തന്നില്ല, ഇല്ലയോ? അവള് തന്നുമില്ല, ഇവളൊന്ന് പറയുകയും ചെയ്തില്ലയോ? അതിന് പേര് അവിടെ വീട്ടിൽ ചെന്ന് നല്ല ബഹളം ഉണ്ടാക്കിയിട്ടാ ഞാൻ വരുന്നത്. ബഹളം? എന്താ ബഹളം? അവിടെ വീട്ടിൽ നിന്ന് കസാറ ഇറത്തി ഞാൻ തോട്ടിലിട്ടു. കിട്ടിയില്ലായിരുന്നു അവിടെ.
കെട്ടിയാൻ തോട്ടി കിടപ്പുണ്ട്. അതെന്തുവാ? അവൻ ആ കസാറ ഇരുന്ന് ഞാൻ കണ്ടില്ല, എടുത്ത് കളഞ്ഞാണ് അവനായത്. എനിക്ക് വയ്യ, ഞാൻ പോവും. ഗീത ഉണ്ടായാലും ഞാൻ പോവും. മൃണാളിനി വരുന്നുണ്ടാ കളിക്കാൻ. ആരാ? മൃണാളിനി. നിങ്ങൾ എത്ര കഴിച്ചു? എനിക്ക് പോലും ഓർമ്മയില്ല, ഒരുപാട് കഴിച്ചു ഞാൻ. ഓ, എന്നിട്ടും ആ മൃളാണിനി എന്ന് പറയുന്നതിന്റെ സ്ഫുടതയൊന്ന് നോക്കിക്കോളെ. ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്തിനാ? ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫ്രണ്ട് വന്നിരുന്ന ആ കളി എനിക്ക് കാണും. അതെന്താ? അവിടെ ഈ തെള്ളിക്കളച്ചം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ തെള്ളിക്കളച്ചം. ആന്നില്ലേ? എന്റെ തെല്ലിക്കളച്ചം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്റെ തെല്ലിക്കളച്ചം 15 കൊല്ലം കൊണ്ട് നീ എന്നെ തെള്ളിക്കളയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ഉത്സവമില്ലേ? തല്ലി നനച്ച് നിങ്ങളൊന്ന് കുളിക്കുക. ഇത് എന്തോ കോലമായി. നാളെ ആറാട്ടില്ലേ? ആ. ആറാട്ടിനൊന്ന് ഞാൻ കുളിച്ചോളാം. ഈ കോലത്തെ അങ്ങോട്ട് ചെന്ന ആറാട്ടിനുള്ളവർ നിങ്ങളെ ആട്ടി വിടും. ഞാൻ പറഞ്ഞേക്കാം. ഇതാറേ വിളക്ക്? വിളക്കൊക്കെ പറയാ നിങ്ങളെ. എന്ത്? സാരിയുടെ തുമ്പൊന്ന് പിടിച്ച്. നിന്റെ താഴെടുത്ത് മുന്നേ പിടിക്കാൻ നിന്റെ പൂച്ചയാണ് ഞാൻ. തുമ്പൊന്ന് പിടിക്കാന്. ഓ, പുതിയ കൊലുസൊക്കെ വാങ്ങിച്ചോ? അത് സാരിയുടെ കസവ. അടിക്ക് അങ്ങോട്ട് പിടിക്കങ്ങോട്ട്. അടിക്ക് അങ്ങോട്ട് പിടിക്കാന്. കൂടുതൽ അടുക്കി വിളിച്ചാ കരിപിടി. എണീര് ഇത് പിടിച്ചോണ്ട് എണീര്. സുഭാഷേ. ആ, വിളിക്ക്, പേയ്മെന്റ് തരും. ആരെ വിളക്കാരേ? വിളക്ക് ഇതപ്പുറത്തെ നമ്മുടെ വിജയണ്ണന്റെ. ഏത് വിജയണ്ണന്റെ? വിജയണ്ണൻ അറിയില്ല? ഗൾഫാരൻ വിജയണ്ണനെ അറിയത്തില്ല ഇല്ലയോ? ഗൾഫാരൻ വിജയണ്ണ എനിക്കറിയത്തില്ല, പക്ഷെ നിനക്കറിയാം ഗൾഫാരൻ വിജയണ്ണ ആരാന്ന്. എന്റെ പൊന്നണ്ണ, വിജയണ്ണനല്ലേ ഞങ്ങളുടെ കൈകൊട്ടുകളിയുടെ സ്പോൺസർ. കാരണം കൊണ്ടുവന്ന് വെച്ച വിളക്ക. അവനെ ഇവിടെ കയറ്റി പോയാൽ അവര് വിളക്ക് ഇവിടെ കയറ്റി പോയല്ലേ? തല്ലി ഞാൻ ഒടിക്കും, കൊണ്ടു കൊടുക്കണേ ഇവിടെ വിളക്ക്. തല്ലി ഒടിക്കും. അവരുടെ കല്യാണത്തിന് അവർ അമ്മ കൊടുത്ത വിളക്കാ ഇത്. ചേച്ചിയുടെ അമ്മ. ഒരു കല്യാണത്തിന് ഒരു അമ്മ കൊടുത്ത വിളക്കായത്. എന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ അമ്മ തന്നു. ഇത്ര ഉള്ളൊരു മഞ്ചിരാത്. എന്തുവാണ് അങ്ങനെ പറയുന്നത്? എന്താ? എന്തിനാ ഇവിടെ പ്രത്യേകിച്ച് ഒരു വിളക്ക്? ഞാൻ അങ്ങ് നിൽക്കുവല്ലയോ. ഇവിടുത്തെ വിളക്കാ ഞാൻ. ഇതാ ഇവിടുത്തെ വിളക്കാ ഞാനെന്ന്. എന്നാ എനിക്ക് ഒന്നുകൂടെ കെട്ടണം. അതെന്തുവാ? എനിക്ക് തീരെ വെട്ടം പോരാ. ഒറ്റിരിക്കാൻ ഇരുട്ടാക്കും കേട്ടോ. നിങ്ങളെ നിർത്തി കത്തിക്കാൻ ഈ ഒരു ഒറ്റ വിളക്ക് മതി. ഞാൻ പറഞ്ഞു. അവനെ മര്യാദയ്ക്ക് അവന് വിളക്ക് കൊണ്ട് കൊടുക്കണേ. അവനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടില്ലോടി. എന്നാ അനാവശ്യം ഞാൻ പറയരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. അനുശ്രീയേ, അയ്യോ വിജയണ്ണ, കേറി വാണ്ണ. അയ്യോ വിജയണ്ണ, ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പൂവും താലും ഒക്കെ ആയിട്ടൊന്ന് നിലവിളക്കും ആയിട്ടൊന്ന് അമ്പലത്തിൽ ചെല്ലണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാല് ഫുഡല്ല എന്റെ വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കണം. ശരി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ഞാൻ നിരന്ന് നിന്നിട്ട് ഞാൻ നടുക്ക് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് ഗൾഫിലേക്ക് അറബിക്ക് അയച്ചു കൊടുക്കാനാ. സൈഡിൽ ഈ പാമ്പ് പിടിച്ചോ നിൽക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അസുര, അസുരനോ? അസുരന്നല്ല, ആ സുര നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എന്നെ അല്ലായിരുന്നല്ലോ ലക്ഷ്യം. എന്തുവാടാ ഒരു വരി മോനെ വെച്ച് സംസാരിക്കുന്നേ? എന്താ മനോജ് സംസാരിക്കുന്നു? ഇത് എന്ത് കോലോ ഇത്? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. എന്ത് കോലോടാ? ഉത്സവമായിട്ട് നല്ല രീതിയിൽ നിൽക്കടാ. ഇതെന്ത് വെള്ളം അടിച്ചിട്ട് ഒരുമാതിരി? ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ എടുത്തത് ഞങ്ങളുടെ ആണുങ്ങളെല്ലാം വെള്ളം അടിക്കും, കൂത്താടും, അടിച്ച് പൊളിക്കും ഉത്സവം. നിനക്കെന്താ കുഴപ്പം? ആ അമ്പലത്തിലെ ഉത്സവം 10 ദിവസം കഴിയാൻ തീരും. നിനക്കാക്ക എന്നും ഉത്സവം അല്ലേടാ? നീ ഉത്സവം എന്ന് പറഞ്ഞപ്പോ ഗൾഫിൽ നിന്ന് കയറി ഇഞ്ഞ് പോന്നല്ലോടാ. കഴിഞ്ഞ ഉത്സവം എന്ന് പറയുമ്പോൾ ഉത്സവം എല്ലാം കൂടി കെട്ടി പറക്കി എടുത്ത് ഗൾഫിലോട്ട് വരുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒരു കാര്യം വേണ്ട, വിളക്കെടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയിക്കണം. നിന്റെ ഒരു ഇടപാട് ഇവിടെ കാണിക്കും. ഇവിടെ കൈകൊട്ടിക്കളി മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഉത്സവം മൊത്തം സ്പോൺസർ ചെയ്തിരിക്കാൻ ഞാനാ. ഓ, നിന്റെ കയ്യിൽ ഇഷ്ടത്തിന് പൈസ ഉണ്ടല്ലോ, വാരി എറിയാൻ വേണ്ടി. എന്റെ കയ്യിലില്ലല്ലോ പൈസ. ആ പൈസ ഇല്ലാത്ത നിനക്ക് ഞാൻ കളിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. മര്യാദയ്ക്ക് വിളക്കെടുത്തിട്ട് ഇവിടെ പോയിക്കണം. ആ വിളക്ക് തൊട്ട് കളിക്കല് സീരിയസ് ആയിട്ട് വിളവിടുള്ള സാധനം ഇത്. വിലപിടിപ്പുള്ള സാധനം എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, ഞാൻ തല്ലി പിടിച്ച് ദൂരെ കളി എടുത്തിട്ട് പോകാൻ പറ്റാൻ പറ്റും. അനുവേ, ഓ സംസാരിച്ചോണ്ടൊന്നും ശരിയാകത്തില്ല. ഈ വിളക്കുമായിട്ട് അങ്ങ് എത്തിക്കൊള്ളുന്ന സമയത്തിന് കേട്ടോ. ഞാൻ അങ്ങ് വന്നേക്കാണോ? ഉമ്മ വെള്ളം അടിച്ചും കൊണ്ട് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വിളിച്ച് തരണോ? നീ പോടാ. അവള് പറയുന്നത് ഞാനങ്ങ് വന്നേക്കാം. അവള് വരും, നീ വരണ്ട. പോയോ? അതാ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടിട്ട് അവൻ എന്റെ വീട്ടിൽ കയറി അവന്റെ വിളക്ക് ഒന്നും കാണണ്ടാവും. എന്നാ ഞാൻ പറയുക, എന്റെ വീട്ടുകാർ എന്റെ അച്ചാച്ചനും നാത്തൂനും ആങ്ങളെയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ അമ്മായിച്ചൊക്കെ വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. എന്റെ അമ്മായിച്ചനെ ഞാൻ കെട്ടി പിടിക്കും. കുപ്പി അരയിലുണ്ടോ തപ്പി നോക്കാനില്ലയോ? അച്ചാച്ചൻ കുടി നിർത്തിയായിരുന്നു. എന്റെ അളിയനെ ഞാൻ പോയി ഇങ്ങനെ കെട്ടി പിടിക്കും. കുപ്പി ഉണ്ടോ നോക്കാനില്ലയോ? ആങ്ങളെ നിർത്തിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ കൊടിമരം മുറിക്കാൻ പോയപ്പോ എന്തുവായിരുന്നു അവിടെ ഒരു ബഹളം? എടി കൊടിമരം മുറിക്കാൻ പോയി, കൊടിമരം മുറിച്ചു കൊടുത്താൽ ഞാനില്ലയോ? ഒടുവിൽ ഈ കൊടിമരം ഘോഷയാത്ര പോയപ്പം എന്നെ പിടിപ്പിക്കാൻ അവനെ സമ്മതിച്ചില്ല. എന്നോട് അലക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വായിട്ട് അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ അമാര് പറയാ ഇത്രയും ദൂരം നീ ഞാൻ നടന്നു സുഖിക്കണ്ടെന്ന്. ഞാൻ കിടന്നു. അതെന്തുവാ? എന്നെ കണ്ട ഹൈറ്റ് ഉള്ളമാരാ കൊടിമരം കൊണ്ടുപോയി. അപ്പൊ ഞാൻ നടക്കത്തില്ല. എനിക്ക് വയ്യാന്ന്. അണ്ണാ, ഈ നിലവിളക്ക് ഒന്നും അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ. നിന്റെ മൂത്ത മോന്റെ അവനോട് ഓരോ വിളക്ക് കൊണ്ട് കൊടുക്കാൻ. മൂത്ത മോന്റെ കാര്യമൊന്നും പറയാതിരിക്കുവാ ഭേദം. ഞാൻ ഇടാൻ വെച്ചിരുന്ന പുത്തൻ ഒരു നൈറ്റ് ഇട്ടോണ്ടാ ഇന്ന് ഇവനെ ഇവിടെ അങ്ങോട്ട് പോയത്. ചോദിച്ചപ്പോ പറയാ ചെണ്ടമേളത്തിന്റെ ഫ്രണ്ടിൽ അതും ഇട്ടോണ്ട് കിടന്ന് ചാടാനാന്ന്. ഓ എന്റെ ഭഗവാനെ, ഞാൻ ഒരു നോക്ക് ഞാൻ കണ്ടെണ്ണ അവന്റെ ഡാൻസ്. ഇങ്ങനെ ഡാൻസ് ആണോണ്ണാ? എനിക്കറിയത്തില്ല. അവനൊക്കെ വല്ല കഞ്ചാവോ വെള്ളമായിരിക്കും. ഞാൻ ചോദിക്കും. ചോദിക്കല്ലേ, നിങ്ങൾ കുറച്ചാളും കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പോയി നോക്കണ്ട. എന്താ
അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനം ഞാൻ ഒഴിച്ചു കളഞ്ഞായിരുന്നു. എന്ത്? ഇപ്പൊ തന്നെ നിങ്ങൾ ഓവറാ. നിങ്ങൾ ആ കൈകൊട്ടി കളി നടക്കുന്നിടത്ത് വന്ന് നിങ്ങൾ ബഹളം വെക്കും. അങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുകാല് രണ്ട് ഞാൻ അങ്ങ് തല്ലി ഓടിക്കും. ഞാൻ മുട്ടുകാല് തല്ലി ഓടിക്കും? തല്ലി ഓടിക്കും. വിശംബരോ, എന്നിട്ട് വാടാ ഇവിടെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നത് നിനക്കൊന്ന് കാണാം. അതെന്തോ വിശംബരനെ വിളിച്ചത്? അതിലൊക്കെ വടക്കുണ്ടാക്കുന്ന കാണാം. വിശംബരന് ഭയങ്കര ഇൻട്രസ്റ്റാ. എനിക്ക് നിങ്ങളിതൊന്നും കൊണ്ട് തരാൻ പറ്റും? ചേട്ടൻ പറഞ്ഞില്ല കൊണ്ടുതരാൻ. ഞാൻ വൃത്തിശൂന്യനാടി. ഞാൻ ഈ വിളക്കത്തോട് ഞാൻ നിന്റെയൊക്കെ കൈകൊട്ടി കളി പോകും. ഞാൻ തുറത്തില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. അടുക്കള കഥ പൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഈ വിളക്ക് അമ്പലത്തിൽ എത്തിയേക്കണം. ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, നീ പറഞ്ഞ കേൾക്കാൻ നിൽക്കുവന്ന് ഞാൻ. വിളക്ക് അനിമളെ, എന്തുവാണ്? എപ്പോഴാ പോകുന്നത് അമ്പലത്തില്? ഞാൻ പോകുമ്പോ പൊക്കോളാം. ഞാൻ നീ വന്നേ. എന്തുവാ? ഞാൻ ഒരു കാര്യം പറയാം. ഉത്സവമായിട്ട് ബഹളം ഒന്നും ഉണ്ടാക്കല്ലേ. ഞാന് ഇത്രയും നേരം ബഹളം വെച്ചോണ്ടത് ഞാൻ അറിയാതെ ഉണ്ടാക്കിയ ബഹളം. എന്റെ വിവരക്കേട് കൊണ്ട് ഉണ്ടാക്കിയ ബഹളമാ. എന്തോ മനുഷ്യൻ നിങ്ങൾക്ക് ഒരു വെപ്രാളം എന്തുവാ? ബഹളമൊന്നും ഇല്ല. ഞാൻ അമ്പലത്തിൽ കൊണ്ടുതരാം വിളക്ക്. അല്ല, ഇത്രയും നേരം അതല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്. വിളക്ക് പറ്റത്തില്ല. ഉൾവിളിയില്ല. അപ്പൂപ്പൻ വിളിച്ച് പറഞ്ഞു, എന്റെ ഉൾവിളി പറഞ്ഞു നീ വിളക്ക് തന്നെ കൊണ്ടു കൊടുക്കണം, അല്ലെ നിനക്ക് ശാപം കിട്ടുമെന്ന്. പിന്നെ ഒരു കാര്യം ഇങ്ങോട്ട് വയ്ക്ക്. എന്താ നോക്കുന്നത്? അല്ല, അവിടെ ഒഴിച്ചു കളഞ്ഞ നക്കി കുടിച്ചോ നോക്കിയത്. വൃത്തികെട്ട പരിപാടി ഞാൻ ചെയ്യുമതി. പിന്നെ ഒരു കാര്യം പറയാം. ആ വിജയൻ ഇവിടെ വരുമ്പോ ഒന്നും പറയല്ലോ, പാവോ കേട്ടോ. മനുഷ്യ വേണ്ട, ഞാൻ വിജയണ്ണനോട് പറഞ്ഞോളാം. അല്ല, അത് തൊടല്ല. ഞാൻ തൊട്ടോളാം. ഞാൻ ആ വിളക്കത്തിൽ നീ തുറന്ന ഞാൻ കൊണ്ട് തരാം. എനിക്ക് എന്റെ ആഗ്രഹം, എന്റെ പെണ്ണിന്റെ കൈകൊട്ടിക്കളി അവിടെ അഴിഞ്ഞാടി അവിടെ നടക്കണം. എന്റെ ആഗ്രഹം. എന്തുവാണ്? എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾക്ക്? ഒരു വിഷമമില്ല, ഒന്നുമില്ല. എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തുവാണ്? എനിക്ക് ഒന്നും സംഭവിച്ചില്ല. അല്ല, ഇവിടെ അയക്കല്ലേ ഇത് മാറി. പോയില്ല ഇതുവരെ. വിജയണ്ണ, ഒന്നും പറയണ്ട. എണ്ണ ആ വിളക്കേ ഒന്ന് അമ്പലത്തിലോട്ട്. വേണ്ട. ഈ വിളക്ക് ഞാൻ തന്നെ കൊണ്ടുതരാം. നീ ഞാൻ കൊണ്ട് പൊക്കോളാം. ഞാൻ കൊണ്ടുതരാം. സുരേ, എന്റെ വിളക്ക ഞാൻ കൊണ്ട് അമ്പലത്തിൽ പൊക്കോളാം. അല്ല, ഞാൻ തന്നെ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുവരാം. ഞാൻ തന്നെ കൊണ്ടുതരാം. പ്ലീസ്, എനിക്ക് എന്റെ വലിയ ആഗ്രഹം. അത്ര നിർബന്ധം വന്നേണം മിണ്ടണ്ട. അത്ര നിർബന്ധം വന്നാൽ നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ. അതെ, ഞാൻ കുളിച്ചിട്ട് വരാം. എവിടെ കൊണ്ടുപോവാ? ബാത്റൂമിൽ കൊണ്ടുപോവാ. അത് കഴുകിയിട്ട് കൊണ്ടുവരാം. കഴുകി ഉണക്കി ഞാൻ വെച്ചേക്കും. അത് എടാ, നീ അവിടെ വെച്ച ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട സാധനമാണ്. അല്ല, ഞാൻ കൊണ്ട് കഴുകിക്കൊണ്ട് വരാടാ. ഞാൻ കൊണ്ടുവരാം. ഇത് പിന്നെ കഴുകാതെ ഉപയോഗിക്കണമെന്നാണ് നീ വിചാരിക്കുന്നത്? പോയി കുളിച്ചിട്ട് വാ. പോ. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്താ സംഭവം? എന്താ അണ്ണാ വിളിച്ചോണ്ട് വന്ന്, അനുശ്രീയെന്ന് വിളിച്ചോണ്ട് വന്ന് വഴക്കൊക്കെ ഇട്ട്. അതുവരെ ഒരു കുഴപ്പമില്ല. എന്നോട് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് വിളക്ക് കൊണ്ട് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തെങ്കിലും പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അകത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളങ്ങ് മാറിപ്പോയി. അതാ ഞാൻ നേരത്തെ എന്റെ അടുത്ത് ഇങ്ങനെ അല്ലായിരുന്നു. അല്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, അണ്ണൻ അറിയത്തില്ല എനിക്ക് അയാളോട് എന്താ സ്നേഹം അറിയാം. അതൊക്കെ എനിക്കറിയാം. എന്തെങ്കിലും ഒരു വാക്ക്, ഈ കുടിച്ച് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ചെറിയ വാക്ക് മതി. അതാ വാക്കല്ലണ്ണ. പിന്നെ ചെയ്ത് എന്തോ ഞാൻ ചെയ്തണ്ണ. എനിക്ക് വയ്യ. അങ്ങനെ കുടിക്കാൻ പറ്റുന്ന എന്തോ ലിറ്റർ എന്തെങ്കിലും പറയുന്നത് അത് ഞാൻ അങ്ങ് കമത്തി കളഞ്ഞു. മതിയല്ലോ. അതിൽ കൂടുതൽ ഇനി വലിയ കാരണം വല്ലതും വേണോ? അത് നിന്നെ പറഞ്ഞു വിട്ടിട്ട് അവൻ വല്ല കടുങ്കയും ചെയ്യുമെന്ന് എന്റെ പേടി. എനിക്ക് വയ്യ. ഞാൻ കൈകൊട്ടി കളിക്കുന്ന സമയത്തെങ്ങാണ് അയാള് കടുങ്കൈ ചെയ്ത. ടെൻഷൻ അടിക്കണ്ട, ഞാൻ അപ്പടി തന്നെ വന്ന് പറഞ്ഞോളാം. പറയല, എന്റെ പെർഫോമൻസിനെ ബാധിക്കും. അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞാൽ മതി. ഫാമിലി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കാര്യം പറയാം. നൈസായിട്ട് നീ പൊക്കോ, ഞാൻ ഇവനെയും കൊണ്ടങ്ങ് വരാം. വിളക്ക് ഞാൻ എടുത്തോളാം. അത് മതി. എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. സുരേ, അല്ലേ കുഴപ്പമില്ല. അപ്പൊ ബാത്റൂമിൽ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കുളിച്ചില്ലയോ? ഞാൻ കുളിക്കാം. അപ്പൊ നിങ്ങളെല്ലാം കാണിച്ചേ. ആ വിളക്ക് ഒടിച്ചങ്ങ് നശിപ്പിച്ചവനെ. എല്ലാ പരിപാടിയാണ് നീ കാണിച്ചത്. പിള്ളേരുടെ കൈകൊട്ടുകളി മുടിഞ്ഞു പോയില്ലേ? ഇത് എല്ലാം ദൂഷകൻ ഇവൻ കാണിച്ചത്. മനഃപൂർവ്വം വിളക്കൊടിച്ചതാ ഇവൻ. ഞാൻ ഓടിച്ചല്ലാന്ന്. അങ്ങനെ പറയല്ലേ അണ്ണാ. ആള് കള്ളുകൂടിയൻ ആ കാര്യമൊക്കെ ആണെങ്കിലും ഞാൻ കണ്ട അണ്ണനാ ഓടിച്ചത്. അവനാ ഓടിച്ചത്. ഇനിയിപ്പോ ഞാൻ ഓടിച്ചായിരുന്നു എന്തൊക്കെ ബഹളോട്ടാക്കി. അയ്യോ ഇല്ലായിരുന്നു എനിക്ക്. നീ കൈകൊട്ടിക്കളി അലമ്പാക്കി. നീ ഓടിച്ചു, വിളക്ക് ഓടിച്ചു. ഇവൻ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നു. പൊട്ടാ കുറെ നേരം കൊണ്ട് കിടന്ന് ഇവിടെ ഞാൻ പറയുന്നത് കേക്ക്. ഇത് അങ്ങനെ അല്ലാന്ന്. ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കാരണം എടുത്തോണ്ട് പോകാൻ കണക്കിന് ഇത് കണ്ട. ഇത് രണ്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഞാൻ ഓടിച്ചതൊന്നും അല്ല. നടന്നുണ്ട് ആ സംഭവം കണ്ടോ. അയ്യോ, ഞാൻ വിചാരിച്ചതറിയോ, ഇതും എന്റെ കയ്യിൽ നിന്ന് തറ വീണായിരുന്നു. അങ്ങനെ ഒടിഞ്ഞാന്ന്. നല്ല ജീവിതം പോയി. ഞാനങ്ങ് പേടിച്ചു. നീ പേടിച്ചല്ലേ? പേടിച്ചിട്ടാ മറ്റേ ഭാവം മാറി. നേരത്തെ നിന്റെ കയ്യിൽ നിന്ന് വീണായിരുന്നു. വീട് അന്നേരം ഞാൻ പേടിച്ചു. അന്നേരം ഒടിഞ്ഞു പോയായിരിക്കും. പൈസ ഞാൻ മുടക്കേണ്ടി വന്നേരായിരുന്നു. ഒറ്റ അടി അടിക്കാന്നാണല്ല. എന്തോ നിന്റെ വിചാരം എന്താടാ? ഇത് രണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ? നിന്റെ വായിന്നത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാനിത് പറഞ്ഞത്. എത്ര വില പിടിപ്പുള്ള സാധനം അറിയാം. ഇത് അവ ഇട്ട് വിളക്കും പൊട്ടിച്ച് വെച്ചിട്ട് അനുവേ, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയാ. വിളക്ക് എനിക്ക് വീട്ടിൽ കിട്ടിയിരിക്കണം. പൊട്ടിച്ച് വെച്ചിട്ട് രണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ ഈ കോഴി മുട്ടയിടാൻ പോകുന്ന പോലെ നിങ്ങളുടെ ഇത് വെപ്രാളം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്താ ചെയ്യും? ഞാൻ മനഃപൂർവ്വം എടുത്ത് തറ വീണുമ്പോ എന്തോ ചെയ്യുമെന്ന് നിവർത്തിയില്ലടാ. നീ ഗൾഫാനില്ലേ? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് വിളക്ക് കിട്ടണം. ഞാനിപ്പോ എവിടെ നിപ്പിച്ചു കൊടുക്കാം. അണ്ണാ ഇച്ചിരി ചോറ് കിട്ടേണ. ചോറ് ഒന്ന് പൂച്ചാണെന്ന് നോക്കണ്ട.
എനിക്ക് വിശപ്പൊന്നുമില്ല, എനിക്ക് ചോറ് വേണ്ട. അതിനല്ല, ആ ചോറ് വെച്ച് ഞാൻ ഈ വിളക്ക് നൊട്ടിച്ച് തരായിരുന്നു. പിന്നെ സ്റ്റാമ്പല്ലേ ഇത്? എടാ ഇത് ഓട്ട് വിളക്കാ, ചോറിൽ ഒട്ടത്തില്ല. നിനക്കറിയാം. സീരിയസ് ആയിട്ട് പറയാം, അനു എനിക്ക് വിളക്ക് കിട്ടണം. എന്നാ വിളക്ക് നമുക്ക് സമാധാനം ഉണ്ടല്ലോ. ഇന്നത്തെ കൈകൊട്ടിക്കളിയുടെ കാര്യം എന്തിനാണെന്ന് തീരുമാനിക്കും. കൈകൊട്ടിക്കളി നടക്കും. എങ്ങനെ നടക്കും? അതൊക്കെ നടക്കും. ഇത് പിടിയടാ, ആ തലയിലോട്ട് വെക്ക്. എന്തിനാ? ഇന്നത്തെ കൈകൊട്ടിക്കളിയുടെ വിളക്ക് ഇവനാ. അതെന്തിനാ? ഇതില് തിരിയിട്ട് കത്തിക്കും, നടുക്ക് വെച്ചിട്ട്. അല്ല അത് അപ്പൊ എനിക്ക് ചലിക്കാൻ പറ്റുമോ? ചലിച്ചാ എണ്ണ നിന്റെ ദേഹത്ത് വീണ് പൊള്ളും. അനുസരിയേ, ഓ എത്ര മണിക്കൂർ ഈ വിളക്കും പിടിച്ചിട്ട് നിങ്ങളുടെ നടക്ക് ഞാൻ നിൽക്കണം? ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ എങ്ങനെയും ഞാൻ ഈ വിളക്കും പിടിച്ചിട്ട് അവിടെ നിൽക്കാം. പക്ഷെ 4 മണിക്കൂർ നിന്റെയൊക്കെ കൂത്താട്ടം ഞാൻ എങ്ങനെ കാണുമടി? നല്ലൊരു ഉഗ്രം കൈയടി. പ്രചോദേട്ടാ, നല്ല ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അതായത് പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേരെ തകർത്തു എന്ന് തന്നെ പറയാം. സുമി, നിങ്ങളൊരു രക്ഷയില്ല കേട്ടോ. കാര്യം നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന, അതായത് ഇങ്ങനെയുള്ളൊരു വെപ്രാളങ്ങളും പരിപാടികളും, ഒരു കൈകൊട്ടിക്കളി നടക്കാൻ പോകുന്നു, ആ വെപ്രാളങ്ങളും പരിപാടികളും, പിന്നെ ആ വീട്ടിൽ നടക്കുന്ന ഭർത്താവുമായിട്ടുള്ള മനോജുമായിട്ടുള്ള കോമ്പിനേഷൻ പരിപാടികളൊക്കെ തുടക്കം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഉഗ്രം കൈയടി സുമിക്ക് കേട്ടോ. നല്ല രസമായിരുന്നു. അതിനുശേഷം സജി വന്നു. സജിയൊക്കെ ഈ പറയുന്ന പോലെ നല്ല റേഞ്ചിൽ നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും നല്ല ലൈഫിൽ കളിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഉള്ള ഹ്യൂമറുകൾ നിങ്ങൾ തകർത്ത് ചെയ്തു. അതായത് ഉള്ളതിന് നല്ല കൈഡി മേടിച്ചു, പക്ഷേ ഹ്യൂമർ ഇത്തിരി കുറവുള്ള പോലെ എനിക്ക് തോന്നി, അല്ലേ? അത് മാത്രമേ തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് പെർഫോമൻസ് ബേസിലൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾ 3 പേര്. സജി അടിപൊളിയായിരുന്നു കേട്ടോ. സജിയുടെ പാട്ടൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വിളക്കിൻ്റെ പോർഷൻസൊക്കെ ഉള്ള പരിപാടികളൊക്കെ നന്നായിരുന്നു കേട്ടോ. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട്. താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ, സജി, മനോജ് ആൻഡ് സുമി, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഈ സ്കിറ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, അതായത് സാധാരണ നിങ്ങൾ 3 പേരും വരുമ്പം നോൺ സ്റ്റോപ്പ് ചിരികൾ ഉണ്ടാവാറുണ്ട്, തമാശകൾ ഇങ്ങനെ കൗണ്ടറുകൾ ഇങ്ങനെ അടുക്കി വെച്ചാണ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു, അതിനെ വെച്ചിട്ട് നിങ്ങൾ 3 പേരോടൊന്ന് പൊലിപ്പിച്ച് കാര്യങ്ങൾ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയൊരു സ്കിറ്റാണ്. വളരെ ലൈഫായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു 3 പേര്. അത് നിങ്ങൾ 3 പേരും കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ ആളുകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മനോജ് ഉഗ്രനായിരുന്നു കേട്ടോ. മനോജ്, നമ്മൾ പല കള്ളുകുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കൃത്യമായിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെ ആടണമെന്നൊന്നുമില്ല. സജിയുടെ പോർഷൻ സജി നന്നായിട്ട് ചെയ്തു. ഞാൻ ക്ലൈമാക്സ് എന്ത് ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ രസമായിരുന്നു. ആ ക്ലൈമാക്സും അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയത് വളരെ നന്നായിരുന്നു. എന്തായാലും ഗംഭീര പൊട്ടിച്ചിരികളും കൂടുതൽ പൊട്ടിച്ചിരികളുമായിട്ട് നെക്സ്റ്റ് ടൈം പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക, നല്ല നിലവാരമുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു കേട്ടോ. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണാണല്ലോ, കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു ഐറ്റമാണ്. ലേഡീസെല്ലാം ഇതേപോലത്തെ ഡ്രസ്സുമൊക്കെ ഇട്ട് ആ ഉത്സവ പറമ്പിനൊരു ഓളമാണ് അത് കാണുമ്പോഴും. അപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട് എടുത്തു. അതാണ് മെയിൻ വിഷയം. ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ സ്പോൺസർ ചെയ്ത് ഒരു കൈകൊട്ടിക്കളിയോടെ വെക്കുന്നത് നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. തമാശയുടെ കുറവുണ്ടെങ്കിലും കണ്ടിരിക്കാൻ ഭയങ്കര സുഖമാണ്. അതേ രീതിയിലാണ് നിങ്ങൾ 3 പേരും അത് അവതരിപ്പിച്ചതെന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട്, വളരെ ലൈവായിട്ട്, നൈസായിട്ട് ആ സാധനം കൊണ്ട് വട്ടം എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതുപോലുള്ള നല്ല നിലവാരമുള്ള സ്ക്രിപ്റ്റുകൾ തപ്പിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള കൗണ്ടറുകൾ നിറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ ലെവലിൽ നിൽക്കും. ഇത് മോശമാണെന്നല്ല, ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ലൊരു അഴകായിരുന്നു. കാര്യം നമ്മൾ ആ ഉത്സവപ്പറമ്പും ആ കൈകൊട്ടിക്കളിയും മനസ്സിലിവിടെ കണ്ടു. ആ സാധനം അങ്ങോട്ട് പോകുന്നതും അതൊക്കെ നല്ല രസമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. തമാശയുടെ ഒരു ചെറിയ പോരായ്മയുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ, നമുക്ക് മാർക്സ് കൊടുക്കാം. ഞാൻ ഇവർക്കൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. നസീർക്ക, ഞാൻ ആ വിളക്കാൻ വേണ്ടിയിട്ട് ഒരു 15,000 രൂപ കൊടുക്കുക. ടോട്ടൽ 30,000 രൂപ ആയിട്ടുണ്ട്. ആ വിളക്കുമായിട്ട് നിൽക്കുന്ന മനുഷ്യനെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്തേക്കണേ. 4 മണിക്കൂറാ നിൽക്കണ്ടേ? തീർച്ചയായിട്ടും. തന്നെയല്ല, ഇത് പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്തത്. അതെ. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. അടിപൊളി, ഉഷാറായിട്ട് പോട്ടെ. അടുത്ത സ്കിറ്റിൽ കാണാം. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം ട്രിപ്പിൾസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്യാം, ശംഭു ആൻഡ് സെൽവൻ. കുടിനീരു കിട്ടാത്ത കൊച്ചു ദൂരത്തിലെ പൈപ്പിൻ ചോട്ടില് നിൽക്കുമ്പം ഒരിറ്റു തുള്ളി കാശിച്ച നെഞ്ചില് പെയ്തൊരു തേന്മഴ നീയാണ്. ഹലോ ഹലോ ഹലോ, അതെ 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 അതെ, സുലഭ വക്കീൽ തന്നെയാണ്. അയ്യോ, വൈകുന്നേരം കേസൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് എനിക്കൊരു കേസ് ഉണ്ട്. കേസ് പുള്ളി എനിക്കൊന്ന് പഠിപ്പിക്കണം. സംഭവം വേറെ ഒന്നുമല്ല,
പുള്ളിക്കാരനൊരു അസുഖം. പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പൈപ്പിന്റെ മൂട്ടിൽ ഒന്നുള്ള കുളി. 248 പെണ്ണുങ്ങളാണ് പുള്ളിക്കാരനെതിരെ കേസ് നിർണ്ണയിക്കുന്നത്. എന്തോന്ന് 2 കൂടെ കൂട്ടി 50 ആക്കി കൂട്ടിയിരുന്ന പറ്റത്തില്ല. അതവരെ അച്ഛനും അമ്മയാണ്. കുടുംബക്കാരങ്ങനെ കൊട്ടി കൊടുക്കുവോ പിള്ളേരാ? ഓ ശരിയെന്നാ, അവിടെ ഉണ്ട്. ഞാൻ ഒന്ന് കേസ് പഠിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. ഓ ശരിയെന്നാ. ആ ബാബുമ്മ, നമ്മുടെ കോടതിയിലെ വരാൻ്റെ ഭാഗത്തുണ്ട് ഞാനേ. കരമടച്ച രസീത് വല്ലതും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, മറ്റേ പെൺപിള്ളേരെല്ലാം കൂടെ കേസ് കൊടുത്തതേ, ഞാൻ മറ്റേ ജംഗ്ഷനിൽ പൈപ്പിൻ്റെ മൂട്ടി ഒന്ന് കുളിച്ചെന്നും പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തായിരുന്നു. ഓ ഓ ഓ ഓ എവിടെ ഇരിക്കുന്നത് ഇപ്പം? എന്തോന്നാ നെയ്യാറ്റിക്കര കോടതി ഇരിക്കണമെന്നാ? എന്തോന്ന് കേസ്? പെണ്ണുങ്ങളെ കുളിക്കട വേറെ കുളിച്ചെന്നാ? നമ്മളിത് എല്ലാവരും ഇങ്ങനെ എങ്ങനെ മാമാ? ഇത് ഒരാളെങ്കിലും വേണ്ടേ? ഒരാളെങ്കിലും വേണ്ട. ഇത് കരമടച്ച രസീതെങ്കിലും കൊണ്ടുവരാൻ ഒരാളെങ്കിലും വേണ്ട. ഓ ഓ ഓ ഓ ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെരി ബാഡ്, വെരി ബാഡ്. മിസ്റ്റർ മകേഷ്, ഇതെന്തുവാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര പേരാ തനിക്കെതിരെ പരാതി എന്നറിയാമോ? 240 പെണ്ണുങ്ങളാ നിനക്കെതിരെ പരാതി. ഞാൻ വായിച്ചു തരാം. സിന്ധു രമണി ഗിരിജ വേണു രാഘവ. രാഘവ? അതായത് രാഘവ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അതങ്ങ് സൂചിച്ചില്ലല്ലേ? ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ. പുള്ളി അങ്ങ് ഗൾഫിലാണ്. അവിടെ നിന്ന് പരാതി ഫാക്സായിട്ട് അയച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല. മാങ്ങാങ്കുടി എന്ന് പറയുന്ന അവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു. ഇതാണ് പരാതി. ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം. അതായത് ഞാൻ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിന്റെ വീട്ടിന്റെ പിറകോശത്തെ കിണറിന്റെ മൂട്ടിൽ നിന്ന് ഈ മഞ്ജു കുളിക്കുന്നത്. ഞാൻ മാറി പോസ്റ്റിന്റെ മുട്ടി പമ്മി നിന്നല്ലാതെ ആരടുത്ത് ഞാൻ ഒരു പരാതിയും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പരാതി പറയേണ്ട കാര്യമില്ല. നമ്മള് ദൈവം പാതി ഞാൻ പാതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ തന്റെ പേര് പറ, കറക്റ്റുള്ള പേര് പറ. കൊച്ചുണ്ണി. കൊച്ചുണ്ണി എന്ന അമ്മ വിളിക്കും ബാബു രാജ്. ബാബുരാജ്. അച്ഛൻ വിളിക്കും SLC ബുക്കിൽ വേറെ പേര് മഹേഷ് TP. എടോ മൊത്തം 3 പേരില്ലേ? കറക്റ്റ് ആയിട്ടുള്ള പേര് പറ. ഞാൻ പറഞ്ഞ പേരെല്ലാം കറക്റ്റ് തന്നെ. നിങ്ങൾ എന്നെ എഴുതി തെറ്റിക്കായിരുന്നാ മതി. എന്താ തനിക്ക് ജോലി? എനിക്ക് ജോലി റബ്ബർ വെട്ട്. ഓ ടാപ്പിങ്. റബ്ബർ വെട്ടെന്ന്. ഓ ടാപ്പിങ്. റബ്ബർ വെട്ടെന്ന്. അത് തന്നെ ടാപ്പിങ് എന്ന് വെട്ടുന്ന എനിക്ക് അറിഞ്ഞൂടാത്തതാണ് നിങ്ങൾക്ക്. എനിക്ക് റബ്ബർ വെട്ടാണ് ജോലി ഇന്ന്. നിങ്ങൾക്ക് എന്താ ജോലി? അഡ്വക്കേറ്റ്. വക്കീല്. അത് തന്നെ അഡ്വക്കേറ്റ്. വക്കീല്. അത് തന്നെ അഡ്വക്കേറ്റ്. വക്കീല്. എടാ എന്റെ പണി എനിക്കറിയാം, പിന്നെ താനത്തിന് എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ നൊന്താ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു അവസ്ഥ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി വരും. ആരാണ്? എന്റെ ഒരു മുതലാളി റബ്ബർ വെട്ടിൽ ഞാൻ വെട്ടുന്ന റബ്ബറിന്റെ മുതലാളി വിളിച്ചിട്ടുണ്ട്. ഹലോ എടി പറയടി. ഓ കേൾക്കാൻ വേണ്ടി നിന്ന് മുതലാളി തോ വരുന്നു. പിന്നെ ഈ നമ്മളാ മഹേഷ് ഇല്ലേ, മഹേഷ്, അവന് ചെറിയ ഒരു കേസും വഴക്കൊക്കെ ഉണ്ട്. അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നേ. ഇതിന്റെ നെല്ലും പതിരും പറക്കിയിട്ടേ ഞാൻ വരും. എന്തോന്ന് നെല്ലുകൊണ്ടൊന്ന് മില്ലി കൊണ്ടുപോകണമെന്നാ? വെച്ചിട്ട് പോയാണ്. എനിക്ക് എന്റെ ചെറുകനെ രക്ഷപ്പെടുത്താനുള്ളത്. ഹലോ മാഡം, ദേവിച്ചൻ വണ്ടിപ്പെരിയാർ ഇവന്റെ മുതലാളി. താനാണോ ഈയുടെ മുതലാളി? ഇവിടെ തന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു. താൻ എന്ത് നോയ്സൻസ് ആയി കാണിച്ചു വെച്ചിരിക്കുന്നത്? കന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് പോലെ താൻ കളിക്കവിളയുന്ന ഒരാളെ റബ്ബർ വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ചെയ്യുന്നതോ റബ്ബർ വെട്ടുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവിടെ നിന്ന് പൈപ്പിൽ കുളി. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് ഇളവിയത്. ഈയുടെ കുളിയെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? എനിക്ക് അവന്റെ കുളിയെ കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ കുളിക്കും. ഞായറാഴ്ച ഒരു ദിവസം നല്ല പച്ച സോപ്പ് തേച്ച് നല്ല രീതിയിൽ കുളിക്കും ഞാൻ. അതാണോ ഞാൻ ചോദിച്ചത്? പിന്നെന്തോന്ന്? താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിസ്സാര കേസല്ല. IPC 338, 339, 340. ദിസ് ഈസ് എ റൂറൽ കേസ്. Public nuisance. The public nuisance agriculture. The flavor of I the stadium. I the for in the sinda day. മലയാളി, നിങ്ങൾ ഇത് എന്തോ പരിപാടി കാണിച്ചത്? നിങ്ങൾ എന്തോ ഈ ഇംഗ്ലീഷ് എല്ലാം കൂടെ മലയാളിയുടെ നെഞ്ചിക്ക് എന്ന് പറഞ്ഞു കൊടുത്തത്? ഞാൻ ഒരു ദിവസം റബ്ബർ വെട്ടിക്കൊണ്ടപ്പോൾ മലയാളിന്നപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് തല കറങ്ങി വീണിട്ട് 7 എന്നാണ് എണീച്ചറിയാം. ഈ മനുഷ്യന്റെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? മലയാളി എഴുതേക്ക് മലയാളി. അടുത്ത ആഴ്ച ഒരു ഒളപ്പാസിന്റെ ഓപ്പറേഷൻ ഉള്ളത്. ഒളപ്പാസാ? മറ്റേ നെഞ്ചിൽ കൊച്ചു സ്പീക്കറൊക്കെ വെച്ചിട്ട് ബൈപ്പാസ്. അത് തന്നെ. മദ്യപിച്ചിട്ടോ? നല്ല മണം ഉണ്ടല്ലോ. ചെറുതായിട്ട്. ഇതൊരു സർക്കാർ സ്ഥലമല്ലേ? നിയമപാലകരും പോലീസുള്ള സ്ഥലമാണ്. ഇവിടെ മദ്യപിച്ചോണ്ട് വരരുത്. ഒരിക്കലും ചെറുപ്പക്കാർ മദ്യപിക്കാൻ പാടില്ല. ആ മദ്യപിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുക്കൂ. അതിന്റെ ലാഭങ്ങൾ നമുക്ക് കിട്ടും. അതാണ്. അല്ല, അത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതിട്ട് അടിക്കോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കണം. അതേസമയം അതുകൊടുത്ത് ഒരു പൈൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. അടിക്കോന്ന് ഉറപ്പല്ലേ? ഞാനല്ലേ എടുക്കുന്ന. ഞാൻ ഇത് നമുക്ക് അങ്ങനെ ഉണ്ട്. ഈ റബ്ബർ വെട്ടല്ലാതെ എനിക്ക് വേറെ വല്ല ജോലി കിട്ടോ? റബ്ബർ വെട്ടല്ലാതെ വേറെ ജോലി അങ്ങനെ വേറെ ജോലിയൊന്നുമില്ല. ഇലക്ട്രിക് വർക്ക് എന്തുകൊണ്ടോ? ഇലക്ട്രിക് വർക്ക് ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അത് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം
ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറയുകയാണെങ്കിൽ കോടതിക്കകത്ത് ചമ്മാൻ പറ്റൂല. ഇല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ നിങ്ങൾ തത്ത പറയുന്നത് പോലെ പറയണം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറയണ്ടേ? എവര് തത്ത പറയുന്ന പോലെ പറയാൻ പറ്റൂലെന്ന്. എന്റെ മോൻ തത്ത പറയുന്ന പോലെ പറയും, പൂച്ച പറയുന്ന പോലെയും പറയും. പറയാൻ കൊണ്ടുവരുന്ന നല്ല മിമിക്രിയാണ് വൈ. ഇതാരെന്ന് പറഞ്ഞേ? മുതലാളിന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്, അത്ര വലിയ മുതലാളിയൊന്നും അല്ല. പുള്ളിക്ക് വിദ്യാഭ്യാസം കുറവാണല്ലേ? ഒട്ടും ഇല്ലല്ലേ? എടോ, വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുമ്പോ താനെന്തിനാ എന്ന് കാണിക്കുന്നേ? ഇത് എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇല്ലെന്നെങ്കിലും പറയാൻ ഒന്നുമില്ലെന്ന്. എടോ, ഞാൻ സ്കൂട്ടറിൽ മുതലാളിയായിട്ട് വരുന്ന വഴിക്ക് ഈ സ്കൂളിന്റെ വഴിയാണ് വരുന്നത്. ആ സ്കൂൾ കണ്ടോണ്ട് പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്രയും കൊച്ചുങ്ങളുള്ള ഈ വീട് ഏത് ഏതെന്ന് അച്ഛനും അമ്മയും ഒന്ന് കാണണം. അങ്ങനെയുള്ള മനുഷ്യന്റെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നത് വിദ്യാഭ്യാസം? എടോ, കേസ് റൂട്ട് ഞാൻ കറക്റ്റ് സാധനം പറഞ്ഞുതരാം. പറഞ്ഞോളൂ. സംഭവം ഈ കേസ് ഇപ്പൊ ഇവിടെ ഞാനിവിടെ ഫയൽ ചെയ്യും. ഇത് ഇവിടുന്ന് ജഡ്ജി നോക്കിയിട്ട് നേരെ ഇത് ജില്ലാ കോടതി പോകും. അവിടുത്തെ ജഡ്ജി ഇത് റെഫർ ചെയ്തിട്ട് അവിടുന്ന് നേരെ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ 7 അക്കം വക്കീലന്മാർ ഈ ചർച്ച ചെയ്യും, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വഹിച്ച് ഇവിടെ നമ്മളൊരു 15 അക്കം വക്കീലന്മാരെ നിർത്തിയിട്ട് ഒരു പ്രത്യേക ബെഞ്ചിലിരുന്ന് നമ്മൾ ഇന്നും കൂടി പഠിക്കും. എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു. നമുക്ക് ഇതൊക്കെയുള്ള ആഗ്രഹം. നമ്മളൊരു 5 രൂപ സോപ്പിട്ട് പതപ്പിച്ച് കുളിച്ചപ്പം കുറെ ആൾക്കാർക്ക് ജോലിയായല്ലോ. എനിക്ക് അത് മാത്രം, വേറെ നമ്മുടെ വർത്തമാനത്തിലോ അല്ല അതിലല്ല കാര്യം. നമ്മുടെ മനസ്സുകൊണ്ട് അതേ ഉള്ളൂ പ്രാർത്ഥന. 10 പേര് ജീവിച്ച അത്രയായില്ലേ? അപ്പൊ ഈ സന്തോഷത്തിന് ഒന്നും പറയണ്ട. കേസ് വിലപ്പെട്ട് പോകും. താൻ ഒരു 2 വർഷം കൂടി അകത്ത് എടുക്കേണ്ടി വരും. കല്യാണം കഴിച്ചിട്ടുണ്ടോ? നോക്കുന്നുണ്ട്. പെണ്ണ് നോക്കുന്നുണ്ടോ? അല്ല, അന്തിച്ചന്തയ്ക്ക് വരുന്ന പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്. ഒരെണ്ണത്തിനെങ്കിലും വളച്ചെടുക്കണം. അതല്ലെന്ന്, നമുക്കൊരു കല്യാണമൊക്കെ വേണം എന്നും പറഞ്ഞ് നമ്മൾ 24 മണിക്കൂർ ഏതെങ്കിലും വീട്ടിന്റെ ചുറ്റി പോയി പൈപ്പിൽ കുളിക്കാൻ പാടുണ്ടോ? ഒരു ദിവസം താൻ എത്ര പ്രാവശ്യം കുളിക്കും? ഞാനൊരു 4-5 പ്രാവശ്യം. ചൂടല്ലേ ഇവിടെ, വിയർപ്പും കാര്യങ്ങളും. എടോ, ഇത്രയും പ്രാവശ്യം കുളിച്ചു കഴിഞ്ഞാൽ താൻ കുതിർന്നു പോവോടോ? അതെ മേഡം, ഞാനൊരു കാര്യം പറയാം. ഒന്നുമല്ല, നമ്മൾ സുമേഷ് രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. വക്കീലിന്റെ അടുത്ത് കള്ളം പറയണ്ടല്ലോ. അതായത് നമ്മളാ ഭാഗത്ത് നല്ല ചൂടാണ്. ഈ മഹേഷ് ഇത് പറയുന്നത് എന്താ നിയമം? ഈ ഓസോൺ പാളിയിൽ വിള്ളൽ വീണിട്ടുണ്ട്, അതിൽ യവന് ചെറിയ പങ്കുണ്ട്. ഒരു മര്യാദ എന്ന് പറഞ്ഞ സാധനം വേണം. ഒരാൾ ഒരു കേസിൽ പെട്ടി കിടക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ മുതലാളി വിളിച്ചത്. മുതലാളി വീണ്ടും ഓസോൺ പാളി പൊട്ടിച്ച കാര്യം കൂടെ പറഞ്ഞു കൊടുത്താൽ അതും കൂടെ ഇനി എന്റെ തലയിലാവൂല്ലേ? ഞാൻ ഈ ഓസോൺ പാളിയായിട്ട് എന്തെങ്കിലും സാധനം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആകെ പൊട്ടിച്ചിട്ടുള്ള 2 പായൽ പിടിച്ച ബക്കറ്റാണ്. അല്ലാതെ എന്തെങ്കിലും ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ? അതെല്ലാം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം. നിങ്ങളെ വിളിക്കേണ്ടത് സത്യം പറഞ്ഞ. അതെ, മുതലാളിയും തൊഴിലാളി അറിയാം. ഞാൻ നിങ്ങളെ റെപ്പറന്തോടത്തി പാലെടുക്കാൻ പറഞ്ഞ പൊടിച്ചല്ല, അഡ്വക്കേറ്റ് ആണ്. എന്റെ പൊന്നു മേള, ഈ കേസ് എങ്ങനെ ഞങ്ങൾ ഊരി തരാൻ പറ്റൂ? എത്ര പണമല്ല ഞാൻ തരാം. കണ്ടോ, ഒരു മുതലാളി പറഞ്ഞ കേട്ടോ, പൈസ ചെലവാക്കാൻ. അതാണ് മുതലാളിയുടെ സ്നേഹം. ഒരു കാര്യം ചെയ്യും, ഈ കേസ് ഒന്ന് വായിച്ചു പിടിക്കേ. അക്ഷരങ്ങൾ പറക്കി തിരണം, അതിനകത്ത് മുളക് പൊടി കിടക്കണം. അല്ലല്ല, ഞാനേ ഇത് നമ്മുടെ അവിടെ കളിയൊക്കെയുള്ള സ്കൂളിൽ പഠിപ്പിച്ച കായും തായും പായും മായും ഒന്നും അല്ല ഇവിടുത്തെ. ഇതെന്താ ഇങ്ങനെ? ഈ കാത കണ്ടോ, ഇതാണ് കേസിന്റെ കാ. ഇത് പൈപ്പിന്റെ പാ. ഇത് രജിസ്ട്രാറിന്റെ രാ. അപ്പൊ ഇത് മേഡത്തിന് അറിയാലോ, പിന്നെ എന്തിന് ഞാൻ വായിക്കുന്ന? എടോ, ഇയാൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചോട്ട് സമയമില്ല. കണ്ണാടി എടുത്തില്ലായിരുന്നു കേട്ടാ. കണ്ണാടി എടുത്തിരുന്നെങ്കിൽ അങ്ങ് മറിച്ചാനാ. പത്രക്കാരനെ രാവിലെ പത്രം കൊണ്ടെറിഞ്ഞു കൊടുക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞു കൊടുക്കും, കൊണ്ടുപോടാന്നും പറഞ്ഞു. എടോ, തനിക്കിത് എന്തോ അസുഖമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് വേറെ അസുഖമൊന്നുമില്ല. ഇത് ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ട്, ഇത് എന്തെങ്കിലും പ്രശ്നമാണോ, ഇങ്ങനെ കുളിക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇത് വാട്ടർ മിറാക്കിൾ അഥവാ വാട്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു അസുഖം എന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും മറുപടി എന്തെങ്കിലും ഉണ്ടോ? അതിനൊരു മരുന്നല്ലോ. എന്റെ കയ്യിൽ ഒരു ഇട്ടതേ ഉള്ളൂ. എന്താണ്? നല്ലൊരു ബക്കറ്റ് എടുക്കുക, ഉടനെ കൊല്ലി മുളകും കുറച്ച് കാന്താരി മുളകും വറ്റൽമുളകും കൂടെ എല്ലാവരും ഇട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് കോരി അങ്ങ് കുളിക്കണം. അയ്യോ, അപ്പം ദേഹം മൊത്തം എരിച്ചിൽ വരൂലേ? നീറണം, അപ്പോഴേ നിന്റെ അസുഖം മാറത്തുള്ളൂ. ഒരു ഇത് നമ്മളെ രക്ഷപ്പെടുത്തുള്ള ഈ വക്കീല്. എനിക്ക് ഭയങ്കര സംശയം. സ്നേഹമുള്ള വക്കീലാണ് കേട്ടോ. എന്നിട്ട് അവരെ വീട്ടിൽ മുമ്പ് പോയി കിടന്ന് കുളി. സ്നേഹമുള്ള വക്കീലെന്നും പറഞ്ഞിട്ട് തന്റെ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്താ ജഡ്ജി നിന്റെ പേര് പറഞ്ഞപ്പോഴേ പറഞ്ഞ് വിധി എഴുതി തന്നു. അതിന് ജഡ്ജിനെ എന്നെ അറിഞ്ഞൂടല്ലോ. കൊള്ളാം, ജഡ്ജി സുസന്ന മേഡം വരുന്ന വഴി എത്ര പ്രാവശ്യം കുളിച്ചോണ്ടിരിക്കുന്നത് അതവർ കണ്ടു. പിന്നെ അവർ വിധി എഴുതി തന്നു. കോടതി പിരിഞ്ഞ് ജഡ്ജി വരുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പൊക്കോളണം, ഇല്ലെങ്കിൽ മുട്ടിയെ താഴെ വെടിവെക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ചാപ്പയും കുത്തി തന്നിട്ടുണ്ട്. അല്ല, ചാപ്പയെന്നല്ല, കാപ്പയല്ലേ? കാപ്പയ്ക്ക് ഒരു അന്തസ്സുണ്ട്. യവനെ പോലുള്ളവർക്ക് ചാപ്പയാണ് നല്ലത്. ഓ, അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? നിന്നെ ഇനി അവന്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാലും വെടിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, എന്റെ ഫീസ് തന്നാൽ ഞാൻ അങ്ങ് പോകാം. എത്രയാണ് ഫീസ്? ഒക്കെ നിങ്ങളെയൊക്കെ കണ്ട സ്ഥിതിക്കും സംസാരിച്ചുമ്പോൾ ഇത്രയും ബന്ധമായില്ലേ. സാധാരണ ഞാൻ 10,000-8,500 രൂപയൊക്കെയാണ് വാങ്ങുന്നത്. ആണല്ലേ? അപ്പൊ നിങ്ങളൊക്കെ സഹകരിച്ചൊരു സ്ഥിതിക്ക് ഒരു 25,000 രൂപ ചെന്നാൽ മതി. സാധാരണ ഇത്തരം കേസുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു 30,000 രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത്രയും സംസാരിച്ച് സഹകരിച്ച സ്ഥിതിക്ക് ഇപ്പൊ ഒരു 3,000 രൂപ ഉണ്ട് തൽക്കാലം.
സെൽവ, ശ്യാം, ശംഭു, നമുക്കറിയാം ഒരു എന്താ പറയുന്ന ഒരു പ്ലേയുടെ കാര്യമല്ല, ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന പോലെ. എനിക്ക് ചോദ്യോത്തരങ്ങളുടെ ഒരു പ്രശ്നമാണോ എന്തോ ഒരു ഹ്യൂമറിൻ്റെ കുറവൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഫീൽ ചെയ്തു. സംഭവമൊക്കെ സാധാരണ പറന്ന് നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു മറന്ന് നിൽപ്പൊരു ഫീൽ ചെയ്തു. അത് സമയം കിട്ടാന്നിട്ടാണോ, റിഹേഴ്സലിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണോ, പ്രോഗ്രാമിൻ്റെ തിരക്കാണോ എന്നെനിക്കറിയില്ല. നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹ്യൂമർ പരിപാടി അത്ര അങ്ങോട്ട് വർക്കായില്ല എന്നെനിക്ക് തോന്നുന്നു. എന്താ ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാനുള്ള കാരണം എന്താ? ഇങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ നമ്മുടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തതാ. എന്തായാലും നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സിൽവർ പഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോട്ടെ, അടുത്തതിൽ പൊളിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുന്നേ. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സെൽവന് വയ്യേ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടല്ലോ, അത് അറിയാനുണ്ടായിരുന്നു. ടോട്ടൽ ഒരു പെർഫോമൻസിൽ സെൽവൻ ഇച്ചിരി ഡൗൺ ആയിരുന്നു. കാര്യം സെൽവനാണ് ഇതിൻ്റെ എന്താണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൻ്റെ. അപ്പോൾ സെൽവൻ ഡൗൺ ആവുന്നതനുസരിച്ച് അവരെ രണ്ടുപേരെ അത് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു ത്രെഡ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ത്രെഡുകളൊക്കെ വളരെ സിമ്പിളായിരിക്കും, പക്ഷേ കൗണ്ടറുകൾ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും അത് ആ സ്കിറ്റുകളെ ഗംഭീരമാക്കുന്നത്. പക്ഷേ ഇന്ന് സെൽവൻ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സെൽവൻ അതിൻ്റെ ഒരു റൂട്ട്, ആ ഒരു ക്യാരക്ടർ അങ്ങനെ പിടിച്ചേക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിനോടൊപ്പം ശംഭുവും കുറച്ച് ഡൗൺ പോയി, ശ്യാമും കുറച്ച് ഡൗൺ പോയി ഇന്ന്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചിരിക്കാനുള്ള താരങ്ങളൊക്കെ, നല്ല ക്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 5 രൂപയുടെ സോപ്പിട്ട് കുളിച്ചെങ്കിലും ഇത്രയും പേർക്ക് ജോലിയായല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങളിലൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് കുറേ ചിരി വന്ന അവിടെ ഇവിടെയെല്ലാം. പക്ഷേ ടോട്ടാലിറ്റി നോക്കുമ്പോൾ സാധാരണ നിങ്ങൾ കൊണ്ട് തരുന്ന ആ ചിരിയുടെ ഒരു ലെവലിലേക്ക് ഇന്ന് നിങ്ങൾ വന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നെക്സ്റ്റ് ടൈം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല പൊട്ടിച്ചിരികളായിട്ട് നെക്സ്റ്റ് ടൈം പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക, അല്ല, നിങ്ങൾ 3 പേരും വന്ന് നിൽക്കുമ്പോൾ നമ്മളെക്കാട്ടിലും പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒപ്പിച്ച് ഇത് എത്താൻ പറ്റിയില്ല. ഇതൊരു പരീക്ഷ പോലെയാണ്, ഈ SSLCയുടെ പരീക്ഷ പോലെയാണ്. ചില കുട്ടികൾ എപ്പോഴും ഫുൾ A+ വാങ്ങിക്കും, ചിലർക്ക് 1-2 വിഷയത്തിന് തോറ്റുപോകും. ഇതിപ്പോൾ 3-4 വിഷയത്തിന് തോറ്റുപോയി നിങ്ങൾ ഈ പരീക്ഷയിൽ. സാധാരണ റാങ്ക് മേടിക്കുന്നവരാണ് അല്ലേ? അതെ. ഇതിപ്പോൾ പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ തമാശയുടെ കുറവൊന്നുണ്ട്, എടുത്ത കോണ്ടന്റിൻ്റെ കുറവുണ്ട്, പിന്നെ ഒരു ആത്മാർത്ഥത ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ. സാരമില്ല, 1-2 വിഷയത്തിൽ തോറ്റെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡൗൺ ആകുകയല്ല, അത് ഏത് വിഷയമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് പഠിച്ച് 2ാമത് എഴുതി 2ാമത് പാസ്സാകുക. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് ചെയ്യുക. ഇപ്പോൾ ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ചിരിയില്ലായിരുന്നു, കോണ്ടന്റ് ശരിയായില്ല, ഒരു അലസത ഫീൽ ചെയ്ത്. ആ 3 വിഷയം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വന്ന് ഫുൾ A+ വാങ്ങിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, എത്ര? ഞാൻ ഇവർക്കൊരു 7000 രൂപ. 7000 രൂപ. നസീർക്ക? ഞാനും 7000 രൂപ. ടോട്ടൽ 14000 രൂപ. ഓക്കെ ചേട്ടാ, ഞാൻ കുറയ്ക്കുന്ന നേട്ടേക്കാം. 30,000 രൂപ നമ്മൾ സ്ഥിരമായിക്കുന്ന ഒരു എമൗണ്ട് ആയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ഉഷാറാക്കിക്കൊണ്ട് വന്നാൽ മതി. ആ പൈപ്പ് എവിടെ? സമയമുള്ളവർ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ദീപ്തി ഉണ്ട്, സുധീഷ് ഉണ്ട്, കൂടെ ബിഷേട്ടൻ. ആഹാ, അടിപൊളി. നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്തു തൊട്ടില്ലേ, നീ ചന്ദനം നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് വല്ലവന്മാരും തന്ന ലവ് ലെറ്റർ വായിക്കുകയും ചെയ്യരുത്, അതുപോലെ എഴുതി കൊടുക്കല്ലെന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ നിന്റെ കയ്യിരിക്കുന്ന എന്തുവാ? പലചരക്കട പോയി സാധനം മേടിക്കാൻ വേണ്ടി എഴുതി വെച്ചല്ലേ. കടയിൽ പോയി ഒരു കവർ പാല് പോലും മേടിക്കാത്തവള് പലചരക്കിന്റെ സാധനം എടി ലെറ്റർ എറി താടി ലെറ്റർ അടി നെല്ലിമരത്തിന്റെ മൂട്ടിൽ വെച്ച് കാണുമ്പോൾ ഒരുമ തരുമോ സനൽ അന്തിയൂർക്കോണം. ഒരുമ തരുമോന്നോ? ആ എന്തോ ഒരു ഉമ്മ തരുമോന്ന് പാടി. ആരടി സനൽ? ആരടി? അതാ ടൂക്ക് ബൈക്കിൽ പോണ പൂച്ചക്കണ്ണുള്ള ചക്കൻ. വേറെ ലെറ്റർ ഉണ്ടോ ഇതിന്റെ? വേറെ ഇത് ഒരെണ്ണുള്ളൂ. പിന്നെ ഇതൊക്കെ ആലിപ്പഴം വീണ് കിടക്കുവാണല്ലോ. ഇതൊക്കെ എന്താടി ഇത്? ദൈവം തമ്പുരാനെ, ഓരോ വീട്ടിലേക്ക് രാവിലെ കിടക്കുന്നത് പത്രവും കരിയിലേയും. എന്റെ പെങ്ങള് കാരണം എന്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നുണ്ട് മൊത്തം ലവ് ലെറ്റർ അടിച്ചാൻ പൊട്ടിച്ചു. ഞാൻ പറഞ്ഞേക്കായി, ഇനി മേലാ നീ ഒരുത്തന്മാർക്ക് ലവ് ലെറ്റർ എഴുതല്ലോ കേട്ടോ. ഇല്ല, ഞാൻ ഇനി ഒരാൾക്ക് ലവ് ലെറ്റർ എഴുതിയില്ല, കൊടുക്കയില്ല, ഒരുത്തന്മാര് തന്നാ മേടിക്കയില്ല. ഭാഗ്യം എന്റെ പെങ്ങള് രക്ഷപ്പെട്ട്. ഓൺലി വാട്സ്ആപ്പ് ചാറ്റിംഗ് വീഡിയോ കോൾ. അതിന് നിന്റെ ഫോണില്ലല്ലോ. ആ, എനിക്ക് ഫോണില്ല. എനിക്കൊരു ഫോൺ മേടിച്ചെന്ന് ഞാൻ ഇവിടെ ഗെയിം കളിച്ചാ മൂലയിൽ ഇരിക്കൂലേ. ഫോണില്ലാതെ ഇങ്ങനെ അപ്പൊ ഒരു ഫോണും കൂടി മേടിച്ചു കൊടുത്തെങ്കിൽ ഈ സമൂഹത്തിൽ അങ്ങ് മണ്ണിട്ട് മൂടിയാ മതി. എനിക്കൊരു ഐഫോൺ മേടിച്ചു. ഫോൺ നിനക്ക് വേണ്ട. എനിക്ക് ഫോൺ വേണം. എടി ഫോൺ വേണ്ട. എനിക്ക് ഫോൺ വേണം. ഒരു ഫോൺ ഞാൻ അങ്ങ് മേടിച്ചു തരാം.
അതെവിടെന്നാ എട് നോക്കട്ടെ. അമ്പാടി. പാവാണ് ചേട്ടാ. പാവമായിരിക്കുമല്ലോ, അതാണല്ലോ ഈ വലയിൽ വീണത്. അവന് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്പാടി, അവന്റെ നമ്പര്. രതീഷ്. പാവം തന്നെ. രതീഷ്, അമ്പാടി, രണ്ടവന്മാർക്ക് രണ്ടവന്മാരെ. ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല. അടിച്ചു പൊട്ടിക്കണ്ടെങ്കിൽ കൊണ്ടുത്താ. ഇനി ഫോണുണ്ടോ? ഇല്ല, തീർന്നു. സത്യം പറയേ, നിന്നെ തലകുത്തിനെ ഒന്ന് കുലുക്കി കഴിഞ്ഞ ഒരു ഷോറൂമിലുള്ള ഫോൺ ഡൗട്ട് ഉണ്ട്. ഇല്ലല്ലേ? തീർന്നു. എടി, നീ പുറത്തോട്ട് ഇറങ്ങി അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആണുങ്ങൾക്കൊക്കെ കോളേജിൽ അവധിയാ. അവര് ജീവനെ കൊണ്ട് ഓടുന്നു. ഇവിടെ കയറി പ്രേമിച്ചളയും. നീ ആ സാബു ഇല്ല, ഗുണ്ട സാബു, ആ കലങ്ങിന്റെ അവിടെ നിന്ന് സംസാരിച്ചിരുന്നപ്പോ ഞാൻ ചെന്ന് ഈ സാബുവിന്റെ തലമുണ്ട അടിച്ചു പൊട്ടിച്ച് അവൻ ആശുപത്രി കിടക്കുവാണ്. ഞാൻ എന്ത് ചെയ്തിട്ട് അവൻ ആശുപത്രി കിടക്കണം? സാബു കൊല്ലാൻ വേണ്ടി വരുന്നെന്ന് തന്നെ. അപ്പൊ ചേട്ടാ ചത്തു പോകത്തില്ല. എന്റെ കൂട്ടുകാരൻ അരുണുണ്ട്, അവൻ പറഞ്ഞ് അണലി സാബുവിനെ വക വരുത്താൻ വേണ്ടി വേറൊരു ഗുണ്ട ഇങ്ങോട്ട് വിടുത്താന്ന് പറഞ്ഞ്. അവൻ വരട്ടെ, അവന്റെ മുന്നേ അണലി സാബു ഒന്നുമല്ല. അണലി സാബുവിനെ കൊന്ന്. അണലി സാബു, നിന്റെ വിധിയാണ്ടാ. ഞാൻ അണലി സാബു അല്ല, എന്റെ സേഫ്റ്റിക്കാ. വാഴ എടുത്ത് മാറ്റി. അയ്യോ, ആരാണോ? ആരാ നീ? ഞാനാ ആട്ടുംകാട്ടിൽ മധു. നിനക്ക് ആട്ടുംകാട്ടം മധു ആയിരിക്കും, നമ്മക്കത് വെറും കാട്ടമാണ്. അല്ല, ഞാൻ എന്റെ വീട്ടുപേര് പറഞ്ഞതാണ്. ആട്ടുംകാട്ടം എന്റെ വീട്ടുപേര് മധു. ലോകം അറിയുന്ന ഗുണ്ട. അയ്യോ, എങ്ങനെ മനസ്സിലാക്കിയല്ല, അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇയാൾ കുറേ അനാവശ്യ ഡയലോഗ് പറയാം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇയാൾ ഗുണ്ടയാണെന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അണലി എന്ന് പറഞ്ഞൊരു ഗുണ്ടയുണ്ട്. ഗുണ്ട വരും, അപ്പൊ എന്നെ സേഫ് ചെയ്യണം. അണലി വരുമ്പോ സേഫ് ചെയ്യും. ഇപ്പോഴല്ലെന്ന്. അണലി വന്നില്ലേ? ഇല്ല, വൈകിട്ട് വരുമെന്നാ പറഞ്ഞത്. വൈകിട്ട് വരും. ഫോണ് വിളിച്ചു പറഞ്ഞു. പോരാത്തതിന് താണ്ടെ ഒരു ഊമക്കത്തും തന്നു. ഊമക്കത്ത് നിന്നാ? ആഹാ, നല്ല പരിചയമുള്ള കൈയക്ഷരം. എന്റെ പുലോ തോൽവി, അത് DTP. സാറോ? DGP എന്ന് പറഞ്ഞു. DGP അല്ല, DTP. എഴുതിയേക്കുന്നതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും ഇതിനകത്ത് കയറൂല. എവിടെ? ആ ഈച്ച കയറി പോയി. പോയോ? ഇയാളാണോ എന്നെ സേഫ് ചെയ്യാൻ വന്നേക്കുന്നേ? ഈച്ച കയറി പോയെങ്കിൽ പോട്ട്. നിങ്ങളെ ഈ ഫാമിലി, ഈ വീട്ടിനകത്ത് നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾ ആരും വീട്ടിനകത്ത് കയറി ഒന്നും ചെയ്യൂല. ഞാൻ വെളിയിൽ കാവലിരിക്കും. രണ്ട് വാക്ക് ഞാൻ അവരുടെ അടുത്ത് പറയും. എന്തോ പറയും? അവരാരും ഇവിടെ ഇല്ല, വീട് മാറി താമസം. അങ്ങനെ തലച്ചോറാണോ പൊതിച്ചോറാണോ? അങ്ങനെ ചോദിച്ചത് അല്ല. ആദ്യം ഈച്ചയിൽ എനിക്കൊരു ഡൗട്ടേ ഉള്ളൂ. ഇപ്പൊ അതങ്ങ് ക്ലിയർ ആയി. ഉണ്ടേടാ, ഒരുപാട് കഥയുണ്ട്. എനിക്ക് ഒരു കഥയും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചേട്ടായി, നമ്മുടെ അടുക്കള ചായപ്പിലെ ഫാൻ കറങ്ങണില്ല. ആരെങ്കിലും ഒരാളെ പണിക്ക് വിളിച്ച. 6 മാസമായിട്ട് ആ ഫാൻ കംപ്ലൈന്റ് ആണ്. ഇവള് ഇതുവരെ മിണ്ടിയില്ല. ഏതോ ഒരുത്തന്റെ സൗണ്ട് കേട്ടപ്പോ വന്നില്ല. വന്നേക്കുവാണ്. എനിക്ക് തല ഇറങ്ങുന്നു. ദൈവമേ, നിർത്ത്. 2 കൂടി നിർത്ത്. ഈ ചേട്ടനേതാ? അയ്യോ, ആ ചേട്ടൻ എനിക്ക് ഇന്ന് രാവിലെ കളഞ്ഞു കിട്ടിയതാ. നിനക്ക് എന്താ പറയാ? കേറിപ്പൊടി അടുത്ത്. ആരാ അത്? അനീതി. അനീതിയാ? അനീതിയല്ലെന്ന്, എന്റെ അനിയത്തിയാന്ന് പറഞ്ഞതാ. അനിയത്തിയാണല്ലേ? അപ്പോഴേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറ. എന്താണ്? 6 മണിയാകുമ്പോ അണലി വരും. അണലി സാബു? ഞാൻ പേടിച്ചു. നിങ്ങൾ ഗുണ്ടയില്ലേ? ഞാൻ ഗുണ്ടയാണ്. അണലി സാബു വരുമ്പോ തീർക്കണം. അണലി സാബു വരുമ്പോ തീർത്ത് കളയും. ഒരാളെ തല്ലുന്നതിന് മുമ്പ് എനിക്ക് 2 അടിക്കണം. കുഴപ്പമില്ല, അവനെ തള്ളിയിട്ട് 2 അടി എടുത്തോ. അങ്ങനെ അടിക്കുന്ന കാര്യമല്ല. ഒരാളെ തല്ലുന്നതിന് മുമ്പ് എനിക്ക് 2 പെഗ് അടിക്കണമെന്ന്. വെള്ളം? ഇവിടെ കുടുംബം വെള്ളോടിയൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കില്ല. ഞാൻ പോണ വീട്ടിൽ പോവല്ലെന്ന്. ബീവറേജ് പോയി സാധനം എടുത്തോണ്ട് പാടേ. ബീവറേജ് വരെ പോകണോ? പിന്നെ ഊണ്ട് ആ പോസ്റ്റിന്റെ മുട്ടി കുറച്ച് സാധനം വെച്ചിട്ട് അതെടുത്തോണ്ട് വന്നാ പോരെ. പിന്നെ പോയി എടുത്തോണ്ട് വാ. അങ്ങോട്ട് എടുത്തോണ്ട് വരാം. ഓടി പോകോട്ടെ. പോകുക. പേരെന്തോന്നു? രാഗി. മൂർച്ചയില്ലായിരുന്ന രാഗി എന്ന് പറഞ്ഞു. എന്റെ പേരാണ് രാഗി. തന്നെ? ചേട്ടന്റെ പേരെന്താ? ആട്ടുംകാട്ടത്തിൽ വേണം. സൂപ്പർ പേരാണല്ലോ.
ചേട്ടൻ എന്താ ജോലി? ഭയങ്കര ഗുണ്ടയാണ് ഞാൻ. അതെനിക്ക് ചേട്ടന്റെ മുഖത്തെ വെട്ട് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അയ്യോ, സൂപ്പറായിട്ടുണ്ട്. ഇത് മുഖത്ത് വെട്ടുകൊണ്ടല്ല, ഒരു ഗുണ്ടായിട്ട് വരുമ്പോ ഒരു അപ്പിയറൻസ് ഒക്കെ വേണ്ടേ, അതുകൊണ്ട് ഈ ബൗൾക്കം കടിച്ചു തിന്നിട്ടേ മിച്ചം വന്നത് ഇങ്ങനെ വെച്ചിട്ട് ആർട്ട് വർക്ക് ചെയ്ത എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഞാൻ കാണണമായിരുന്നു, ഇങ്ങനെയാണ് വെച്ചത്. ഓർണ്ണാൻ പോലും പറ്റൂലായിരുന്നു വായിക്കാത്തൂടെ. എന്നെ ഇഷ്ടപ്പെട്ട ചേട്ടന് രണ്ടെണ്ണം ഉണ്ടാ? എന്തോന്ന് മൊബൈല്? രണ്ട് മൊബൈൽ ഫോൺ ഉള്ളവരെയാണ് ഇഷ്ടമല്ലേ? അതുകൊണ്ടൊന്നല്ല, ചേട്ടന് എനിക്ക് ഫോൺ തന്നാലല്ലേ എനിക്ക് ചേട്ടനെ വിളിക്കാനും മിണ്ടാനും ചാറ്റ് ചെയ്യാനും പറ്റുള്ളൂ. തന്നെയല്ലേ? എന്നാ പിടിച്ചോ. അയ്യോ, താങ്ക് യു. ഐ ലവ് യു. 49ാമത്തെ ഫോൺ കിട്ടി. 49? ഇല്ല, ഞാൻ വിളിക്കാന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് അറിഞ്ഞ് അണലി സാബു വരുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി. ഞാൻ ഓടിച്ചോ മതിയോട്. അല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ചില കൂത്താട്ടങ്ങളൊക്കെ. എന്തോ കൂത്താട്ടം? മദ്യപിച്ച് മതോന്മത്തിനായി കഴിഞ്ഞാൽ എനിക്ക് ആട്ടം കാണണം. അത് കുഴപ്പമില്ല, അവിടെ ഉത്സവം നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി ഓട്ടം നുള്ള കാണിച്ചു. അങ്ങനത്തെ ഓട്ടം നുള്ളല്ലേ? പിന്നെ എനിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ ഡാൻസ് കാണണം, ശീലമായി പോയി. പറ്റൂലെങ്കിൽ പറഞ്ഞുകൂടെ, ഞാൻ പോണു. ഡാൻസ് പറ്റത്തില്ലെന്ന്. എടാ, നിനക്ക് ജീവനാണോ വലുത് ഡാൻസ് ആണോ വലുത്? ജീവനാ വലുത്. എനിക്ക് ഡാൻസ് കാണണം. ഡാൻസ് എങ്കിൽ ഡാൻസ്. എടി താണ്ട് ഈ പുള്ളി പറയുന്നത് ഡാൻസ് എങ്ങാണ്ട് വേണോന്ന്. ഇവിടുന്ന് രണ്ടെണ്ണം അടിച്ച് അവളുടെ ഡാൻസ് എങ്ങാണ്ട് അവളെയും പ്രേമിച്ച് ഇവിടെ അങ്ങ് കൂടാൻ നൈസായിട്ട്. എന്ത് രസമായിട്ട് ചേട്ടൻ കുടിക്കണം, ഒന്നുകൂടി കുടിച്ച്. അയ്യോ, തൊണ്ടവേനുണ്ടാ. ഡാൻസിന്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തു. ഡാൻസ് കളിക്കാം. കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ. കണ്ണോട് കണ്ണിടയും പകലാറവേ വെയിൽ ചായവേ മഴ ചാടവേ മയിലാടവേ പകലാറവേ ഇത്രയും മതിയാ? മതി. ഇനിയിപ്പം അണലി സാബ് വന്നു കഴിഞ്ഞാൽ അണലി സാബിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാവുന്നതിനെ കുറിച്ച് ഒരു കോച്ചിങ് ക്ലാസ് ഞാൻ തരാം. അണലി സാബ് ഓടിക്കൊണ്ട് വരുന്നു, നമ്മളിങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അപ്പൊ അണലി സാബ് നമ്മളെ അടിക്കുന്നു, നമ്മൾ എങ്ങനെ ഒഴിഞ്ഞു മാറണം, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അണലി സാബ് വരുന്നു, അടി അടി അടി. ഇതുപോലെയാണ് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടത്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഒഴിഞ്ഞു മാറുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അണലി സാബ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണോ നിൽക്കുന്നതെന്നും കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, രാഗി പിടി. അണലി സാബുവാണ് ഞാൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നടക്കുന്നു, അണലി സാബു വേറെ എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അവന്റെ പെറ്റതള്ള പോലും അറിയരുത് അവനെ പുറകിൽ നിന്ന് അടിക്കുന്നത്. അവൻ അങ്ങനെ അടിച്ചിട്ടത്? അടിക്കാൻ പറഞ്ഞു. നിങ്ങൾ അടിക്കാൻ പറഞ്ഞോ? അണലി സാബു എന്നെ രക്ഷപ്പെടുത്താനാണ്? അത് അണലി സാബുന്റെ കൊട്ടേഷൻ മേടിച്ച് എന്നെ കൊല്ലാമെന്നാണ്. കൊട്ടേഷൻ ഒന്നും ഇല്ല. ഞാൻ എന്തായാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ടൊരു വരവുണ്ട്. അന്ന് നിന്റെ അന്ത്യമാണ്, നോക്കോടാ. എന്തിനാണ് ഈ അടിച്ചത്? ആദ്യം നീ ഒറ്റൊരുത്തി കാരണം ആദ്യം ഒരുത്തരെ ഞാൻ അടിച്ച് ആശുപത്രിയിലാക്കിയത്. അവൻ വരും എന്ന് പറഞ്ഞപ്പോഴാണ് താണ്ട് ഈ ഗുണ്ടയെ വിളിച്ചു വരുത്തിയത്. ദൈവമേ, ഇനി ഇവ അടിക്കാൻ വരുന്നതിന് ഞാൻ വേറെ ഏത് ഗുണ്ടയെ വിളിച്ചോണ്ട് വരുവടി? അതെ ചേട്ടായി, ആരെ വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ 2 മൊബൈലുള്ള ആൾ വേണം വിളിക്കാൻ. 2 മൊബൈലാ? എന്നാലല്ലേ എനിക്ക് 50 ഫോൺ ആവുള്ളൂ. ദൈവമേ, ലോകത്താർക്ക് ഇതുപോലെ ഒരു പെങ്ങളെ കൊടുക്കല്ലേ. സുധീഷേ, നന്നായിരുന്നു കേട്ടോ. നല്ല ടൈമിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തു. പെർഫോമൻസ് ബേസിൽ നന്നായിട്ട് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയുന്നത് ദീപ്തിയുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ട് കിടന്നു. സുധീഷിൻ്റെ പോർഷൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തു. ബിജു വർഗീസും നന്നായിട്ട് കൃത്യമായിട്ട് സാധനങ്ങൾ ചെയ്തു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം പറ്റിയത്, ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ ദീപ്തിയിലേക്ക് മാത്രം ചെയ്തപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ, ഇപ്പോൾ ബിജു വർഗീസിനൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് അഴിഞ്ഞാടാൻ, ഇപ്പോൾ സുധീഷിനും ബിജു വർഗീസിനൊക്കെ ഇച്ചിരി ഒന്ന് അഴിഞ്ഞാടാനുള്ളൊരു സംഭവം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വന്ന് മാറ്റർ പറഞ്ഞു പോയി ക്ലൈമാക്സിലേക്ക് വരുന്നതല്ലാതെ ഇതിനകത്തൊരു ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി കൂടെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യായിരുന്നു. ഹ്യൂമർ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യമാണ്. അടുത്തതിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. 3 പേരും ഇച്ചിരി നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. കാര്യം ചേട്ടാ, നന്നായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദീപ്തി നന്നായിരുന്നു മോളെ. ദീപ്തിയുടെ ഇന്നത്തെ പരിപാടികളും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. സുധീഷിന് എന്താണ് ഒരു ടെൻഷനോ ഡൗട്ടോ എന്തൊക്കെ ഉണ്ടോ? ഇന്നത്തെ എന്താണ് പ്രോബ്ലം, എന്താണ് സ്കിറ്റിന് പറ്റിയത്? അപ്പം നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതിനാണല്ലോ നമ്മൾ മാർക്ക് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഗംഭീരമാകുമ്പോൾ നമ്മുടെ ഓഡിയൻസ് വിചാരിക്കും ഇതെന്താണ് ഇവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകും നിങ്ങളുടെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ കാരണം അത് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു റിഹേഴ്സലിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. പിന്നെ സുധീഷ് മോനെ ആ വേഷം കെട്ടി വന്ന് ഡാൻസ് ചെയ്യുന്ന പരിപാടി
അത് എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. കാര്യം നമ്മുടെ ഈ ഫ്ലോറിന് പറ്റുന്ന രീതിയിലുള്ളൊരു പരിപാടി അല്ലത്. കാര്യം അതൊക്കെ കുറേ മുൻപുള്ളൊരു ഒരു ടൈപ്പ് സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിച്ച് നെക്സ്റ്റ് ടൈം ഒക്കെ വരുമ്പം ത്രെഡുകൾ എടുത്തുകൊണ്ട് വരണം കേട്ടോ. ഇനി പുതിയ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള സ്കിറ്റുകളും കാര്യങ്ങളും തിരഞ്ഞെടുത്തിട്ട് ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ, പക്ഷെ പൂർണ്ണതയില്ല. നമ്മളൊരു കണക്ഷനായിട്ടൊന്നും സിങ്കാക്കാൻ പറ്റുന്നില്ലായിരുന്നു. തമാശയുടെ കുറവ് ഒരു ഭാഗത്തുണ്ട്, ആക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിരിക്കുള്ള സീക്വൻസുകൾ വളരെ റെയറാണ്. പക്ഷെ എന്തോ എനിക്കങ്ങോട്ട് ഹാപ്പിയല്ല, ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഹാപ്പി ആയില്ല. ഷാജൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഡാൻസുകളൊക്കെ നമ്മുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയ സാധനങ്ങൾ, അതൊക്കെ മാക്സിമം ഒഴിവാക്കണം. നമ്മുടെ വേദിയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലെവൽ അറിയാമല്ലോ, ആ ലെവലിന് ചേരുന്ന വിധത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. സാരമില്ല, നിങ്ങളുടെ നിന്ന് നല്ലത് കിട്ടുന്ന ആർട്ടിസ്റ്റുകളായതുകൊണ്ട് അടുത്ത പ്രാവശ്യം നന്നാക്കി കൊണ്ടുവരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, ഇതിന്റെ ഈ നമ്മുടെ സ്കിറ്റിന്റെ മാർക്സ്? ഞാനൊരു 8 മാർക്ക് കൊടുത്തു. 8000 രൂപ. നസീർക്ക? ഞാനൊരു 6000 രൂപ. ടോട്ടൽ 14000 രൂപയായിട്ട് ബാക്കി എൻ്റെ അവിടെ ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്ത പ്രാവശ്യം ഇതിന്റെ ഇരട്ടി വാങ്ങിച്ച് നമ്മൾ സിൽവർ അടിക്കുന്നതായിരിക്കും. ഓക്കെ 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 വിജേട്ടാ, ശരി. അങ്ങനെ വാച്ചില്ല, കഴിയാറായില്ലേ? കഴിയാറായി. അപ്പൊ നമുക്ക് പയ്യെ തെറിക്കാം. ഒരുപാട് ചിരിച്ചു, നന്നായിട്ട് പോയി കിടന്നുറങ്ങുക. നാളെ നമുക്ക് പൂർവാധിക ശക്തിയോടെ ഫുൾ എനർജി ആയിട്ട് വന്ന് ചിരിക്കാനുള്ളതാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ കോട്ടയം കുടയമ്പടിയിലുള്ള എല്ലാവർക്കും ഒരു നല്ല കൈഡി കൊടുക്കണം. അവിടെ TK മാധവൻ കുടുംബ യൂണിറ്റിൽ നിന്ന് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല ഉഷാറായിട്ട് കൈയൊക്കെ അടിച്ചിരുന്നു. പറഞ്ഞെല്ലാം കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.